ഞാൻ കഴിഞ്ഞ 2 വർഷമായി അൽജവാബിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് ഹജ്ജിന് ഭാഗ്യം കിട്ടാൻ ഒരു ദുആ ഉസ്താദ് പറഞ്ഞതുപോലെ ചൊല്ലി ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്നു ഉസ്താദെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ആ ദുആ ഒന്നുകൂടി ഉസ്താദ് അൽജവാബിലൂടെ പറഞ്ഞു കൊടുക്കുമോ? സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. അള്ളാഹു ആ സഹോദരിയെ സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജ് ചെയ്യുന്നവരാക്കി അള്ളാഹ് മാറ്റട്ടെ. എത്ര ഭാഗ്യമാണ്. നമ്മൾ ഈ ദുആയൊക്കെ പറയുമ്പോൾ അത് ചെറിയ കാര്യമില്ല. ദുആയിന് വലിയ ഗുണമുണ്ട്, ദുആയിന് വലിയ അസറുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈത്തിക്കൽ ഹറം വ സിയാറത്ത ഖബരി നബീക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈത്തിക്കൽ ഹറം, പടച്ചോനെ നിൻ്റെ പവിത്രമായ മക്കത്ത് വന്ന് വീട്ടിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. വ സിയാറത്ത ഖബരി നബീക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിൻ്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണം പടച്ചോനെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ദുആ ചെയ്തിരുന്നത്. ആ ദുആ നിരന്തരം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നത് വലിയ കാരുണ്യമാണ്. ആ ദുആ കൊണ്ട് കിട്ടുന്നത് വലിയ നേട്ടമാണ്. ഇപ്പോൾ ഈ സഹോദരി പോയത് കണ്ടില്ല, അതങ്ങനെ ഒരു പ്രാവശ്യമല്ല, 1000 പ്രാവശ്യം ഹൃദയം പൊട്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. ഇപ്പോൾ ആ സഹോദരിയുടെ ആഗ്രഹം നിങ്ങൾക്ക് കൂടി ആ ഒരു ഭാഗ്യം കിട്ടണം, നിങ്ങൾക്ക് കൂടി ആ ദുആ ഒന്നുകൂടി പറഞ്ഞു തരണമെന്നാണ്. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈത്തിക്കൽ ഹറം വ സിയാറത്ത ഖബരി നബീക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറടക്കം നടക്കുമ്പോൾ കുറേ ആളുകൾ അതിനു ചുറ്റും എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നല്ലോ, അതെന്താണ് ഉസ്താദി? പഴയ കാലത്ത് ഖബറടക്കുമ്പോൾ വളരെ അച്ചടക്കമായിരുന്നു. ഒരനാവശ്യമായ വർത്താനം ഉണ്ടാവില്ല. കാരണം അടക്കാൻ നിൽക്കുന്നവരൊക്കെ ബോധമുള്ളവരായിരുന്നു. ഇന്ന് മയ്യത്തിൻ്റെ അടുത്തേക്ക് ഖബറിലേക്ക് മയ്യത്ത് കൊണ്ടുവച്ചാൽ മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ട് നാട്ടുവർത്താനം പറയാം. ഇതൊരു മയ്യത്താണ്, ഒരു ജീവിതം അവസാനിച്ച ഒരു മനുഷ്യൻ ഖബറിലേക്ക് പോകുന്നു, ഒരു ചിന്തയില്ല നമുക്ക്. തമാശ പറയുക, ചിരിക്കുക ഖബറിൻ്റെ ചാരത്തൊക്കെ. ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു ഒരു മാതാവിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചിരിച്ച മനുഷ്യനോട് പറഞ്ഞത്, അള്ളാഹ് നിനക്ക് സ്വർഗം എഴുതി തന്നോ എന്നാണ്. ആ ചോദ്യമാണ് ഇന്നത്തെ തലമുറയോട് ചോദിക്കേണ്ടത്. അതുകൊണ്ട് എത്ര ഭംഗിയാണ്. അല്ലാഹുമ്മ റഹംഹാ യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ, അല്ലാഹുമ്മ സബ്ബിത്ഹാ ഇൻദ സുആൽ, അല്ലാഹുമ്മ ജാഫിൽ ഖബറൻ ജംബൈഹ. ഇതൊക്കെ ചൊല്ലിക്കൊടുക്കുക, കൂടെ നിൽക്കുന്ന ആളുകൾ കേട്ട്. അതൊരു പ്രാർത്ഥനയാണ്. മലക്കുകൾ ആമീൻ പറയുന്ന പ്രാർത്ഥനയാണ്.